ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഈ വീടിൻ്റെ വയറിങ്ങിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ റേറ്റും അതേപോലെ ഞാൻ എടുക്കുന്നത് എങ്ങനെയാണെന്നും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 350-350ഓളം കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ പറയണമെന്ന് പറഞ്ഞിട്ട്. നമ്മൾ മെയിൻ്റനൻസ് വർക്ക് എടുത്ത് ചെയ്യുന്നൊരു ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. മെയിൻ്റനൻസ് വർക്കിന് എമൗണ്ട് വാങ്ങുന്ന കാര്യങ്ങൾ അത് ഫസ്റ്റ് ടൈം ഞാനാണ് വർക്കിൻ്റെ എമൗണ്ട് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ എടുത്തത്. അപ്പോൾ ആ റേറ്റ് പറയുന്നതുകൊണ്ട് നമുക്ക് ഈ വർക്കിൽ എടുക്കുന്ന റേറ്റുകളും നമുക്ക് പറയണം. കാരണം എന്താ കഴിഞ്ഞാൽ പലരും പല രീതിയിലായിരിക്കും വർക്കുകൾ എടുക്കുന്നുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ ചെയ്യണമെന്നുണ്ടാവും. പക്ഷേ പലരും കസ്റ്റമർ നിർബന്ധപ്രകാരം പറ്റുള്ളവർ അവിടെ റേറ്റ് കമ്മിയായി അല്ലെങ്കിൽ ഇവിടെ റേറ്റ് കമ്മിയായി എന്നൊക്കെ പറയുമ്പോൾ വർക്ക് നമുക്ക് കറക്റ്റ് ലെവലിൽ ചെയ്യാൻ പറ്റില്ല. ഇലക്ട്രിക്കൽ വർക്കിൽ ഒരിക്കലും നിങ്ങൾ ലാഭം ഈ വീടിൻ്റെ ഓണർമാർ ഇത് കാണുകയാണെങ്കിൽ ലാഭം പ്രതീക്ഷിക്കരുത്, ലാഭം നോക്കി കൊടുക്കരുത്. കാരണം അത് എത്രത്തോളം നല്ല രീതിയിൽ ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്ക് വയറിങ്ങിൽ ലൈഫ് കിട്ടുന്നതാണ്. ഇതിലൊരുപാട് പേര് എതിർപ്പുകളൊക്കെ പറയുന്നുണ്ടാവും, ഞാനത് നോക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ചെയ്യുക. അപ്പോൾ ആ അനുസരിച്ചുള്ള റേറ്റുകൾ കസ്റ്റമറിന് വാങ്ങുമാണ്, എന്നാലാണ് നമുക്ക് നല്ല രീതിയിൽ ഈ വർക്ക് മുൻപോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ ആദ്യം തന്നെ പറയുന്നത്, ഇങ്ങനത്തെ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ തറ തൊട്ടിട്ട് അതേപോലെ പാല് കാച്ചുന്നത് വരക്കും നമ്മളെ ഓരോ ഇലക്ട്രിക്കൽ സുഹൃത്തുക്കളും അല്ലെങ്കിൽ പ്ലംബിംഗ് വർക്ക് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ കണ്ടിന്യൂ ആയിട്ട് നിൽക്കുന്ന ഒരു വർക്കാണ്. കാരണം ടെൻഷൻ അത്രയും ഉണ്ടാവും. ടെൻഷന് അതേപോലെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഈ വീട്ടിൽ ചെയ്തു കൊടുക്കണം അതൊക്കെ ചെയ്തു കൊടുക്കണം. അപ്പോൾ നമുക്ക് നമ്മളുടെ സമയത്തിന് വിലയുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ റേറ്റുകൾ പറയാൻ. ആരും താത്തിയെടുത്ത് നിങ്ങൾക്ക് യാതൊരു മെച്ചം ഉണ്ടാവില്ല ഈ കാര്യങ്ങളിലോ. കാരണം ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരു വീട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഒരു കാരണത്താലും നിങ്ങൾക്കൊരു പൈസ ഒരു മിച്ചം പിടിക്കാനോ എത്രങ്ങാനും ടൂൾസുകൾ വേണം. നമ്മളെ ഈ വയറിങ്ങിൽ തന്നെ ഏറ്റവും കൂടുതൽ ടൂൾസ്, ഒരു വീടുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ടൂൾസ് വേണ്ടത് എനിക്കറിയുന്നത് ഒന്നില്ലെങ്കിൽ ഫസ്റ്റ് നിൽക്കുന്ന നമ്മളെ ഇലക്ട്രിക്കൽ സുഹൃത്തുക്കളാണ്, അല്ലെങ്കിൽ പ്ലംബിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണ്. അത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വെൽഡിംഗ് വർക്കേഴ്സ് അതേപോലെ ഇൻറ്റീരിയർ വർക്കേഴ്സ് അങ്ങനെ വരും. എന്നാൽ ഏറ്റവും കൂടുതൽ ടൂൾസ് വേണ്ടത് നമ്മളെപ്പോലുള്ള ആൾക്കാർക്കാണ്. അപ്പോൾ ഈ വീഡിയോ അധികം ലെങ്ത് ഉണ്ടായതുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഫുള്ളായി പറയുന്നുണ്ട്. ഏകദേശം ഒരു 3 പാർട്ടായിട്ടായിരിക്കും വരിക. വീഡിയോ കണ്ടിന്യൂ ആയിരിക്കും, പക്ഷേ 3 പാർട്ടായിട്ടായിരിക്കും. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് എല്ലാവരും വാച്ച് ചെയ്യുക. എല്ലാവരും വാച്ച് ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറയാം. കാരണം ഇലക്ട്രിക്കൽ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അത് കൂടാതെ കസ്റ്റമർ കാണുകയാണെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മളെ സൈറ്റ് വരുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം 3 ഫേസ് കണക്ഷനാണ് ഏകദേശം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ CC ക്യാമറ കാര്യങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. CC ക്യാമറ എന്ന് പറയുമ്പോൾ CC ക്യാമറ എന്ന് പറഞ്ഞാൽ ഒരു ക്യാമറക്ക് 2 ക്യാമറക്ക് 25 വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. 2 ക്യാമറ എന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ 2 ക്യാമറയുടെ വയർ മാത്രമേ വലിച്ചു വരുള്ളൂ. അതിൽ ശരിക്കും പറഞ്ഞാൽ 25 mm 3 വയർ 4 വയറൊക്കെ വലിക്കാൻ പറ്റും. പക്ഷെ നമ്മളെപ്പോഴും ഫ്രീ ആയിട്ടാണ് ഇത് കൊടുത്തേക്കുന്നത്. അപ്പോൾ 2 വയർ കൊടുക്കുന്ന രീതിയിൽ മൊത്തം 8 ക്യാമറയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ട് ഇറക്കി വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതാണ് കയറി വരുന്ന സിറ്റിംഗ് ഹാള്. സിറ്റിംഗ് ഹാളിൽ അവിടുന്ന് നേരെ വരുമ്പോൾ ഒരു ബെൽ ബുഷ് കൊടുത്തിട്ടുണ്ട്. അത് 3 MD ആണ് വെച്ച് കൊടുക്കുന്നത്. ഇവിടെ 4 MD വെക്കാൻ പറ്റാത്ത കാരണം കൊണ്ടാണ് നമ്മൾ 3 MD വെച്ച് കൊടുക്കുന്നത്. അത് കാരണം ഭീമായതുകൊണ്ട് അവിടെ കമ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ 2 MB ബെൽ ബുഷും ഒരു 1 വേ 2 വേ സ്വിച്ചാണ് വരിക. അത് നമ്മൾ നേരെ കട്ട് ചെയ്തിട്ട് 2 സൈഡിൽ ഒരു കോർണറിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. 2 അറ്റത്തും ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ താഴ്ഭാഗത്തേക്ക് വരുമ്പോൾ ഇതിൻ്റെ ലൈന് കൊണ്ടുപോയിരിക്കുന്നത് ബീം കൂടി കട്ട് ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ട് നമ്മൾ നേരെ അടിയിൽ കൂടി ഈ കാണുന്ന പീസ് കൂടി ബീം കട്ട് ചെയ്തിട്ട് നേരെ ആ സൈഡിലേക്കാണ് അത് കൊടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ CC ക്യാമറയുടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാണുന്ന ഭാഗത്തേക്കാണ് CC ക്യാമറയുടെ പൈപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. അത് നേരെ ലൈനും കാര്യങ്ങളൊക്കെ അതിൽ വെച്ചിട്ട് നേരെ ഉള്ളിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ TV യൂണിറ്റും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നേരത്തെ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. TV യൂണിറ്റിൻ്റെ അവിടെ ഒരു 1.5 ഇഞ്ചിൻ്റെ ഒരു പൈപ്പ് വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേബിൾ HDMI കേബിളും കാര്യങ്ങളൊക്കെ പവർ കേബിളൊക്കെ അതിനുള്ളിൽ കൂടി വരും. അപ്പോൾ ഇന്ത്യയിൽ ചെയ്യുന്ന ഭാഗമായതുകൊണ്ട് തന്നെ ഇവിടെ വേറെ മസ്റ്റായിട്ടൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പൈപ്പ് ഇടുന്ന ഭാഗത്ത് കൂടി നമ്മൾ ഈ വാൾമൗണ്ട് TV ആണെങ്കിൽ തന്നെ ഇന്ത്യയിൽ ക്യാബിനറ്റ് അടിച്ചില്ല എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് അവിടെ TV സ്ക്രൂ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വയറും കാര്യങ്ങളൊന്നും അതിൻ്റെ ഉള്ളിലേക്ക്, അതായത് ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് വിട്ടിട്ടടിച്ചിരിക്കുന്നത്. അതാണ് ഈ പൈപ്പ് ഇതിൻ്റെ സൈഡിൽ കൂടി വന്നിട്ട് നേരെ വൈഡാക്കിയിട്ട് അടിച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്.
അതേപോലെ ഒരു നെറ്റ്വർക്കിന് വേണ്ടിയിട്ട് ഈ കാണുന്ന പൈപ്പാണ് നെറ്റ്വർക്കിന് വേണ്ടി ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ നെറ്റ്വർക്കിന് വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്നത്. അത് അവിടുന്ന് നേരെ ഈ കാണുന്ന കേബിൾ വഴി നേരെ ഫ്രണ്ടിലേക്കാണ് പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇവിടുത്തെ ബാക്കിലാണ് CC ക്യാമറയുടെ യൂണിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അത് ഈ കാണുന്ന സ്റ്റെയറിൻ്റെ അടിയിലേക്കാണ് വരുന്നത്. അപ്പോൾ അവിടുന്ന് ഒരു റൂട്ടർ എടുത്തിട്ട് ഒരു വൈഫൈ കിട്ടും, എന്നാലും നമ്മളൊരു ഇതിലേക്ക് നേരിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു CAT6ൻ്റെ പൈപ്പ് വെട്ടിയിട്ട് അവിടെ സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. അതായത് നേരെ വന്നിട്ട് നേരെ ഈ കാണുന്ന ഇതിലേക്കാണ് വരുന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയണത്, അതേപോലെ തന്നെ നമ്മൾക്ക് മുകളിലേക്ക് വൈഫൈ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പൈപ്പും കൂടി നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് ഇട്ടിട്ടുണ്ട്. കാരണം വൈഫൈ അവിടുന്ന് കറക്റ്റ് ഒരു CAT6ൻ്റെ കേബിൾ അധികവശാൽ നമ്മൾ അടിയിലാണ് വൈഫൈ വെക്കുന്നുണ്ടെങ്കിൽ മുകളിലേക്ക് പക്കായിട്ട് കിട്ടില്ല. അപ്പോൾ ഒരു CAT6ൻ്റെ വയർ നമ്മൾ മുകളിലേക്ക് കൊടുക്കുന്നുണ്ട്. ചില വീടുകളിൽ, വലിയ വീടുകളിലൊക്കെ ആണെങ്കിൽ റൂമിലേക്ക് വരെ നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ടതാണ്. അധികം വലിപ്പമുള്ള റൂമുകൾ, സ്പേസുകളൊക്കെ ആണെങ്കിൽ നമുക്ക് വൈഫൈ ചില ഭാഗത്ത് കിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ആ അനുസരിച്ചുള്ള പ്ലാനിങ് ചെയ്തിട്ട് വേണം സെറ്റ് ചെയ്യാൻ. അതാണ് ഇൻവെർട്ടർ വരുന്നത്. ഇൻവെർട്ടറിൻ്റെ കാര്യത്തിലാണ് പലരും എന്നെ തർക്കിച്ചതും എന്നെ വിമർശിച്ചതൊക്കെ. കാരണം 2 കളർ പൈപ്പ് ഇട്ടു എന്നുള്ളതാണ് പൊതുവെ വരുന്നൊരു കംപ്ലൈൻറ്റ്. അപ്പോൾ 2 കളറുള്ള പൈപ്പ് എന്ന് പറയുന്നത്, ഈ ഐവറി പൈപ്പ് പറയുന്നത് ഇൻവെർട്ടറിലേക്ക് പോകുന്ന പൈപ്പാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇൻവെർട്ടർ വരിക. അവിടെ 4 മോഡിൽ വെച്ചിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു DP സ്വിച്ച്, 32 ആംപിയറിൻ്റെ DP സ്വിച്ചും ഒരു സോക്കറ്റും. ഞാൻ ഇൻവെർട്ടറിലെ ഏറ്റവും ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സംഭവമാണ് നമ്മളവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതാണ് ഇൻവെർട്ടർ കണക്ഷൻ എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ നേരത്തെ വീഡിയോയിൽ ചെയ്തതാണ്, നമുക്കത് ഞാൻ തുടരുള്ള വീഡിയോയിൽ കാണാൻ പറ്റും. ആ വൈറ്റ് പൈപ്പാണ് ഐവറി ഔട്ടാണ് വരുന്നത്. ഔട്ട് നേരെ ഈ കാണുന്ന DBയിലേക്കാണ് പോകുന്നത്. DB കാണിച്ചു തരാം. ആണ് നമ്മളെ DB വരുന്നത്. അപ്പോൾ DB ഇവിടെ വരുന്നത് ഇൻവെർട്ടർ DBയിലേക്ക് ഈ കാണുന്ന ഐവറി പൈപ്പുകൾ കംപ്ലീറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഐവറി പൈപ്പ് മൊത്തം ഈ DBയിലേക്കാണ് ഫുള്ള് സെറ്റായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞൊരു പ്രശ്നം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ ഞാൻ ഐവറി പൈപ്പ് ഇടാനുള്ള ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ കൂടെയുള്ള വർക്ക് ചെയ്യുന്നവർക്ക് അത് പെട്ടെന്ന് ഐഡൻറ്റിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ബ്ലാക്ക് പൈപ്പ് തന്നെ വരുമ്പോൾ ഇതിന് മുകളിൽ കയറി നിന്നിട്ട് അത് നോക്കലും സമയം എടുക്കലൊക്കെ ഒരുപാട് വരും. ഈ ഐവറി പൈപ്പ് ആകുമ്പോൾ ഇതൊരു ഭാവിയിൽ ഒരു മെയിൻ്റനൻസ് വരുന്ന സമയത്തടക്കം ഈ വരുന്നൊരു ഇലക്ട്രിക്കൽ സുഹൃത്തിന് കണ്ടുപിടിക്കാനും അത് ഇൻവെർട്ടറിൻ്റെ കണക്ഷനാണെന്ന് മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്നതാണ്. നമ്മൾ എപ്പോഴും ഒരു പണ്ട് ചെയ്ത അതേ രീതിയിൽ തന്നെ ചെയ്യണമെന്ന് ആർക്കും നമ്മളൊരു എഗ്രിമെൻ്റ് എഴുതി കൊടുത്തിട്ടില്ല. മാറ്റങ്ങൾ എപ്പോഴും കൊണ്ടുവരുന്നത് നല്ലതാണ്. അപ്പോൾ പെട്ടെന്ന് ഐഡൻറ്റിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം ചെയ്തത്. അതിനാണ് എന്നെ ഒരുപാട് പേര് വിമർശിച്ചത്, കളിയാക്കിയതൊക്കെ. അത് പൊതുവേ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ അത് ഓൾറെഡി ആയിട്ട് നിങ്ങൾ കാലക്രമേണ ഇത് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് 2 തരം കളർ പൈപ്പാണ് നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് ഒരു ബ്ലാക്കോ അല്ലെങ്കിൽ ഒരു ഐവറി. അപ്പോൾ എനിക്ക് ഇൻവെർട്ടറിലേക്ക് ഈ പറഞ്ഞ കളർ പൈപ്പൊന്നും കിട്ടാത്ത കാരണം കൊണ്ടാണ് ഞാൻ ഐവറി യൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഏത് കളർ വേണമെന്നുണ്ടെങ്കിലും പൈപ്പ് ഉപയോഗിക്കാം. ഷൈനേഴ്സിലെ ഫിറ്റിങ്സ് കിട്ടണം. അഡാപ്റ്റർ ഐവറി ആയതുകൊണ്ടാണ് അഡാപ്റ്റർ കിട്ടിയത്. പിന്നെ പലരും പറഞ്ഞ തേപ്പ് കഴിഞ്ഞത് മൂടിപ്പോവല്ലേ, ആരതിനുള്ളിൽ കാണുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയല്ല, സ്വിച്ച് ബോർഡിൽ വരുന്ന അഡാപ്റ്റർ ഐവറിയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. DBയിലാണെങ്കിലും അഡാപ്റ്റർ ഐവറിയാണ് വരുന്നത്. ഇൻവെർട്ടറിൽ വരുന്നത് കംപ്ലീറ്റ് അഡാപ്റ്ററും ഐവറിയാണ്. അപ്പോൾ DB തുറന്നാലും സ്വിച്ച് ബോർഡ് തുറന്നാലും അത് മനസ്സിലാക്കാൻ ഈസി ആയിട്ട് പറ്റുന്നതാണ്. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ കാണുന്ന പോലെ ഇൻവെർട്ടറിലേക്ക് ഈ കാണുന്ന, ഇപ്പോൾ നിങ്ങൾ ഉദാഹരണം മനസ്സിലാക്കുകയാണെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പ് ചെയ്യാൻ കുറച്ച് സമയം പിടിച്ചു. കാരണം ഇതിൻ്റെ ഓവർലാപ്പിംഗ് വരുന്നത് നല്ല ടാസ്ക്കാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വളച്ചു കൊടുത്തു. അപ്പോൾ ഇത് DBയിലേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ അടിയിൽ കൂടി നമ്മൾ സാധാരണ പണ്ടൊക്കെ ചെയ്തിരുന്നത് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എന്താ, ഈ ഇൻവെർട്ടറിൻ്റെ കണക്ഷൻ കംപ്ലീറ്റ് ഇതിൻ്റെ ഉള്ളിൽ കൂടി ചുറ്റിക്കളഞ്ഞ് വരണം. ഇതാകുമ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ഡയറക്റ്റ് ഇൻവെർട്ടർ ലൈന് നേരെ ഇൻവെർട്ടർ DBയിലേക്കാണ്. അതായത് ഈ സ്വിച്ച് ബോർഡിൽ നിന്ന് വരുന്ന എല്ലാ ലൈനുകളും ഈ പറഞ്ഞ ഇൻവെർട്ടറിൻ്റെ DBയിലേക്കാണ് കംപ്ലീറ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈസിയാണ്, വർക്ക് ചെയ്യാൻ ഈസിയാണ്, വയർ വലിക്കാൻ ഈസിയാണ്, കൺഫ്യൂഷൻ വരില്ല. ഈ താഴത്തു കൂടി കാണുന്ന 2 പൈപ്പ് ഉണ്ടോ, ഒരു പൈപ്പ് ആ സ്വിച്ച് ബോർഡിൽ നിന്ന് വരുന്ന ഇൻവെർട്ടറിലേക്കാണ്. ഈ 2 പൈപ്പ് DB to DB ലൂപ്പ് ചെയ്ത് നിൽക്കുന്നത്. എർത്തുകളോ എന്തെങ്കിലും സംഭവങ്ങൾ ചെറുതായിട്ട് അതിൽ ഒരു വയറും നമുക്ക് ഇടേണ്ട ആവശ്യം വരുന്നില്ല. ഫ്യൂച്ചറിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് ലൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തേക്കാണ്. അതിൽ കൂടി വയർ വലിക്കേണ്ട ആവശ്യമേ നമുക്ക് വരുന്നില്ല. കാരണം അത് 2 പൈപ്പ് വെറുതെ ഡമ്മി ആക്കി ഇട്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ DBയിൽ ഇത് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ എർത്തിങ് ആണ്. ഒരു DBയിലേക്ക് 2 കോപ്പർ വെച്ചിട്ടാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. മൊത്തം 4 കോപ്പറാണ് ടോട്ടൽ DBയിലേക്ക് വരിക. അത് കൂടാതെ DB to DB നമ്മൾ ഈ കോപ്പർ വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ചെയ്യാം. അതിനാണ് 25 mm പൈപ്പ് ഇട്ടിരിക്കുന്നത്. അത് ലൂപ്പ് ചെയ്യാൻ നമുക്ക് വയർ ഇട്ട് കൊടുക്കാം. 4 mm വയർ വെച്ചിട്ട് ലൂപ്പ് ചെയ്യാനും പറ്റും. അതിൻ്റെ അഭിപ്രായം എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ ബെൻഡ് എന്ന് പറഞ്ഞ സംഭവം നമ്മളിവിടെ
ഉപയോഗിച്ചിട്ടില്ല. അതായത് ഒരൊറ്റ ഭാഗം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. ചില ഈ കാണുന്ന അവിടെ ഒരു 3 ബെൻഡ് ഉപയോഗിച്ചു, അവിടെ ഉപയോഗിക്കാതിരിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് അവിടെ 3 ബെൻഡ് ഉപയോഗിച്ചത്. അപ്പോൾ ബാക്കി എല്ലായിടത്തും നമ്മൾ ബെൻഡർ വെച്ച് വളച്ച് എല്ലാം ഇതേപോലെ സെറ്റാക്കിയിട്ടാണ് കംപ്ലീറ്റ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബെൻഡ് പറഞ്ഞ സാധനം ചിലപ്പോൾ ഈ വീട്ടിൽ ഏറിപ്പോയ ഒരു 15 ബെൻഡോളം എങ്ങനെയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടാവുള്ളൂ. മിറർ ലൈറ്റ് അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവുള്ളൂ. അത് കാരണം കൊണ്ട് നമ്മൾ ഫുള്ള് ബെൻഡർ വെച്ചിട്ടാണിത് അത്യാവശ്യം വളച്ചിട്ടാണിത് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത പാർട്ടിൽ നമ്മൾ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കൂടി പറഞ്ഞിട്ട് നെക്സ്റ്റ് പാർട്ടിലായിരിക്കും ഇതിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് അടുത്ത പാർട്ടിൽ കാണാം. അപ്പോൾ എന്തായാലും അടുത്ത പാർട്ട് എന്തായാലും നിങ്ങൾ വീഡിയോ കാണാൻ ശ്രമിക്കുക. കാരണം